ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോയിൽ ഫെറസ് മെറ്റൽസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസ് എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അലോയ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഓക്കെ, അലോയ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ALLOY, അലോയ്. അലോയ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം മെറ്റീരിയൽസ് അല്ലെങ്കിൽ രണ്ടിലധികം മെറ്റൽസ് തമ്മിൽ ചേർന്നുകൊണ്ട്, രണ്ട് മെറ്റൽസ് തമ്മിൽ ചേർന്ന് മൂന്നാമതൊരു മെറ്റൽസിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അലോയ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് മെറ്റലുകൾ തമ്മിൽ ചേർന്ന് മൂന്നാമതൊന്നിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? അലോയ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബ്രാസ് എന്ന് പറയുന്ന ഒരു അലോയിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബ്രാസ് എന്ന് പറയുന്ന അലോയിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബ്രാസ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രൊപ്പോർഷൻസ് എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുള്ള കോപ്പർ, ചെമ്പ് എന്നാണ് കോപ്പറിൻ്റെ മലയാളം മീനിങ്. അതുപോലെ തന്നെ സിങ്ക്. ഈ കോപ്പറും സിങ്കും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് ബ്രാസ് എന്ന് പറയുന്ന ഈ ഒരു അലോയിനെ കിട്ടുന്നത്. ഓക്കെ, ഈ ബ്രാസിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ പിച്ചള എന്നൊക്കെ പറയും. പിച്ചള എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. പിച്ചളയുടെ പാത്രം, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിച്ചള എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറും, നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള കോപ്പറും സിങ്കും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ബ്രാസ് എന്ന് പറയുന്ന ഒരു അലോയ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ബ്രാസ് എന്ന് പറയുന്നത് ഒരു അലോയിയാണ്. കോപ്പറും സിങ്കും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ബ്രാസ് കിട്ടുന്നത്. ഓക്കെ, അതിൽ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. The proportions of zinc and copper can be varied to create a range of brasses with varying properties. അതായത് നമ്മളിതിൽ ചേർക്കുന്നതിനനുസരിച്ചിട്ട്, ഇപ്പോൾ കോപ്പറിൻ്റെയും അതുപോലെ സിങ്കിൻ്റെയും അളവ് നമ്മൾ ചേർക്കുന്നത് ചിലപ്പോൾ വ്യത്യാസം വരും. അതിനനുസരിച്ചിട്ട് ഉണ്ടായി വരുന്ന ബ്രാസിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? അതിൻ്റെ പ്രോപ്പർട്ടിയിലും സ്വാഭാവികമായിട്ട് മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 50% കോപ്പറും 50% സിങ്കാണ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന നമ്മുടെ ബ്രാസിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല ഒരു 60% കോപ്പറും 40% സിങ്കും ചേർത്താൽ കിട്ടുക. ഓക്കെ, ആ ഒരു മാറ്റം നമുക്ക് എന്തുണ്ടാവും? അതിൽ വരും. ഓക്കെ, സ്വാഭാവികമായിട്ടും ആ ഒരു മാറ്റം എന്ത് വരും? ആ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ ഫോർ ഇറ്റ്സ് ബ്രൈറ്റ് ഗോൾഡ് ലൈക്ക് അപ്പിയറൻസസ്. ഈ ബ്രാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ, ഇപ്പോൾ നിങ്ങൾ അതിൽ മൂന്ന് ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 3 ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഗോൾഡൻ കളറാണ് വരുന്നത് അല്ലേ? നമ്മുടെ സ്വർണ്ണത്തിൻ്റെ കളറിലാണ് എന്ത് വരുന്നത്? ബ്രാസ് വരുന്നത്. അങ്ങനെ ഒരു സ്വർണ്ണ കളർ ഉള്ള കാരണം നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഡെക്കറേഷൻ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ വാതിലിൻ്റെ കാര്യത്തിനും, അതുപോലെ സ്ക്രൂ ഉണ്ടാക്കാനും, ഒരുപാട് കീൻ്റെ ഇതിനും, വലിയ വലിയ ഡോറിൻ്റെ കാര്യത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബ്രാസ് എന്ന് പറയുന്നത്, ഈ ഒരു പിച്ചള നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പിച്ചളയുടെ ഓട് വിളക്ക്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയാം. ഫോർ അപ്ലിക്കേഷൻസ് വെയർ ലോ ഫ്രിക്ഷൻ ഈസ് റിക്വയർഡ് സച്ച് ആസ് ലോക്സ്, ഗിയേഴ്സ്, ബിയറിങ്സ്. ഓക്കെ, അതിൽ കുറച്ച് അപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ? ലോക്സ് ഉണ്ടാക്കാൻ, അതുപോലെ ഗിയേഴ്സ് ഉണ്ടാക്കാൻ, ബിയറിങ്ങുകൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ബ്രാസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ബ്രാസ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻ വെയർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് സ്പാർക്സ് നോട്ട് ബി സ്ട്രക്ക് ആസ് ഇൻ ഫിറ്റിംഗ്സ് ആൻഡ് ടൂൾസ് അറൗണ്ട് എക്സ്പ്ലോസീവ് ഗ്യാസസ്. ബ്രാസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ എക്സ്പ്ലോഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം സ്പാർക്കൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് എന്തുണ്ട്? നമ്മുടെ ബ്രാസിനുണ്ട്. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, കോപ്പറും അതുപോലെ തന്നെ നമ്മുടെ സിങ്കും കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ബ്രാസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയൊരു അലോയ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞത്. അതിന് നല്ല കളറായിരിക്കും, നല്ലൊരു ഗോൾഡൻ കളർ ഉണ്ടായിരിക്കും. ആ ഒരു ഗോൾഡൻ കളർ കിട്ടുന്ന കാരണം നമ്മൾ ഒരുപാട് ഡെക്കറേഷൻ പർപ്പസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രാസ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാ നോൺ ഫെറസ് മെറ്റൽസ് പഠിച്ചപ്പോഴും അതിൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിലുള്ള കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 1083 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിങ്കിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 419 ഡിഗ്രി സെൽഷ്യസ് ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിന് മുന്നുള്ള വീഡിയോയിൽ കോപ്പറിൻ്റെയും അതുപോലെ തന്നെ സിങ്കിൻ്റെ ഒക്കെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബ്രാസ് എന്ന് പറയുന്നതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഏകദേശം ഒരു 950 ഡിഗ്രി സെൽഷ്യസ് മുതൽ 990 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത്? നമ്മുടെ ബ്രാസ് എന്ന് പറയുന്നത്, അതായത് പിച്ചളയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം? അതെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക.
ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ബ്രാസ് എന്ന് പറയുന്നത് 950 ഡിഗ്രി സെൽഷ്യസ് മുതൽ 990 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. കോപ്പറിൻ്റെ 1083 ആയിരുന്നു, സിങ്കിൻ്റെ 419 ആയിരുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്ന ബ്രാസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇത് 990 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ഒരു അലോയി ആണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. താഴെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ കളർ എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ എന്തിനൊക്കെയാണത് പ്രത്യേകമായിട്ട് യൂസ് ചെയ്യാന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആ ഒരു 3 ചിത്രത്തിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. താങ്ക് യു.